ഹായ് ഓൾ, ഞാൻ ബാസുര പ്രതാപ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറായി ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് ഒത്തിരി നാളത്തെ കാത്തിരിപ്പ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ 2015-ലാണ് ബിടെക് പാസ് ഔട്ട് ആയത്. ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് PSCനെ സംബന്ധിച്ച് ഓഫ് സീസൺ ആയിരുന്നു. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. കാരണം അത്ര എളുപ്പമല്ല സിവിൽ എഞ്ചിനീയറിന് ഒരു ജോലി എന്നുള്ളത്, അതും നല്ല സാലറിയിലുള്ള ഒരു ജോലി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നല്ല ഏത് പോസ്റ്റിലാണ്, ഏത് ജോലിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എല്ലാവരും പറഞ്ഞത് PSC പഠിച്ച് സിവിൽ എഞ്ചിനീയറിങ്ങിന് ഒത്തിരി ഒഴിവുകളുണ്ട്, ഒത്തിരി ഇതുകൾ വിളിക്കാറുണ്ട് PSC, അതിന് ട്രൈ ചെയ്യാൻ പലരും പറഞ്ഞു തന്നു. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് PSC പഠിക്കാൻ തുടങ്ങാമെന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ പലരോട് അന്വേഷിച്ചു. പല കോച്ചിങ് സെൻറ്ററുകളുടെ, സിവിലിന് മാത്രമുള്ള കോച്ചിങ് സെൻറ്ററുകൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി പല പരസ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ നോക്കിയപ്പോൾ തൊഴിൽ വാർത്തകളിലൊന്നും നോക്കിയപ്പോൾ കുറേ കണ്ടിരുന്നു. പക്ഷെ നമുക്ക് അതൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും ഒക്കെ ഒരു നല്ലത് ഏത് വേണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പം ഞാൻ റിസൾട്ടൊക്കെ കിട്ടി ജോലി കയറിയ ആളുകളോട് അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞു തന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ചാലക്കുടിയിലൊരു കോച്ചിങ് സെൻറ്റർ ഉണ്ട്, ഞാൻ അവിടെയാണ് പഠിച്ചത്. ഷിൻഡോ സാർ നടത്തുന്ന കോച്ചിങ് സെൻറ്ററാണ്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പലർക്കും പേര് പറഞ്ഞു തരാനായിട്ട് അന്ന് അറിയണുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ നമുക്ക് പോയി നോക്കാം, ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ദിവസം ഹോളിമാതയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോയിരുന്നു. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇവിടെ അങ്ങനെ ഫ്ലെക്സോ ബോർഡോ അങ്ങനെ ഒന്നും കണ്ടില്ലല്ലോ, നമുക്ക് ഇതെങ്ങനെയാ, നല്ലതായിരിക്കുമോ ചേച്ചിക്ക്? എങ്ങനെയാ? സാറിൻ്റെ ക്ലാസ്സുകൾ അടിപൊളിയാണ്, ഇത് ബോർഡോ കാര്യങ്ങളൊന്നും നോക്കണ്ട, സാർ ഒട്ടും പരസ്യമൊന്നും കൊടുക്കാറില്ല, അതുകൊണ്ടാണ് കാണാത്തതെന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും അധികം പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല നല്ല കോച്ചിങ് സെൻ്ററുകൾ ഉള്ളപ്പോൾ ഇതുപോലൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരിക്കുമെന്ന്. പക്ഷെ എൻ്റെ സംശയങ്ങൾക്കെല്ലാം ആ ഒരു സാറിൻ്റെ ഒരു സംസാരം കൊണ്ട് തന്നെ, ഫസ്റ്റത്തെ ക്ലാസ്സിലെ സംസാരം കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം നമുക്കൊരിക്കലും വലിയ വലിയ പരസ്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, നല്ല റിസൾട്ടിലൂടെ അവിടെ പഠിച്ച് ജോലി പ്രവേശിച്ച ഒത്തിരി ആളുകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ച് നാളുകൊണ്ട് തന്നെ. ഞങ്ങൾക്ക് അന്ന് കിട്ടിയ ക്ലാസ്സുകൾ മിക്കതും ഷിൻഡോ സാർ തന്നെ എടുത്ത ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്താണെന്ന് നമ്മളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പോൾ ഓരോ ഇതുകളായാലും സബ്ജക്റ്റുകൾ എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്നത് അത് എന്താണെന്ന് കൺസെപ്റ്റ്. നമുക്ക് ബിടെക്കിന് പഠിച്ചപ്പോൾ പോലും ഇത്രയും എന്താണെന്ന് മനസ്സിലാക്കി, ഇത്രയും ഡെപ്തിൽ മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. അത് എന്താണെന്ന് നമുക്കൊരു ഔട്ട്ലൈൻ സാർ സൂപ്പറായിട്ട് പറഞ്ഞുതരും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ സൺഡേ ബാച്ചിൽ ജോയിൻ ചെയ്തു. ഞാൻ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒപ്പം ടീച്ചിങ് ഫീൽഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഞാൻ സൺഡേ കിട്ടുന്ന, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കിട്ടുന്ന സൺഡേ പോലും ഞാൻ ക്ലാസ്സിന് പോയിരുന്നു. അത് ഷിൻഡോ സാറ് മുടക്കാണ്ടിരിക്കാൻ പറഞ്ഞിരുന്നു. കാരണം ആ ഒരു ടൈമിൽ എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൺഡേ ക്ലാസ്സുകളിൽ മാത്രം നീ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ എക്സാം സീസൺ വന്നപ്പോൾ 2019 ഒരു എക്സാമിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അത് അത്യാവശ്യം ബൾക്കായിട്ട് എടുക്കുന്ന PWD ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് ഒത്തിരി വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണെന്ന് പറഞ്ഞു. അതിന് അത്യാവശ്യം അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സ് വരുന്ന ദിവസങ്ങളിൽ പിന്നെ എനിക്ക് കംപ്ലീറ്റ് എല്ലാ ദിവസവും വർക്ക് ചെയ്യാനായിട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയം കൂടാതെ ബാക്കി അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഒരുമിച്ച് അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്താം. അത് മറ്റു കോച്ചിങ് സെൻ്ററുകളിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം അതിനൊരു സ്പേസ്, അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്ന പോലെ തന്നെ ആയിരിക്കില്ല നമുക്ക് വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ എനിക്ക് ഒത്തിരി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരം ഞങ്ങളത് ഡിസ്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ലിസ്റ്റിൽ പെടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെ പഠിച്ചവർ, ഞാൻ പഠിപ്പിച്ചവരും എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ അത്യാവശ്യം നല്ല റാങ്കിലേക്ക് വന്നപ്പോൾ ഞാൻ അതിൽ സപ്ലിമെൻ്ററിയിലേക്ക് വന്നു. എനിക്ക് ഒത്തിരി വിഷമം തോന്നി ശരിക്കും. പക്ഷേ എനിക്കതൊരു
എൻ്റെ ലൈഫിൽ അതൊരു നല്ല സംഭവം തന്നെയായിരുന്നു. കാരണം അന്ന് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലരും അന്നത്തോടെ പഠനമൊക്കെ ഉപേക്ഷിച്ച അവസ്ഥയായിരുന്നു. അത് ആ ലിസ്റ്റിലാണെങ്കിൽ പ്രതീക്ഷിച്ച അത്ര ഒരു മൂവ്മെന്റ് നടന്നുമില്ല. ആ ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോൾ കഴിയാൻ നിൽക്കുകയാണ്. പലരും ഇപ്പോഴും ആ ഒരു എക്സാമിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് അതിലാണെങ്കിൽ പ്രതീക്ഷയില്ലാത്ത ഇനി വേറൊരു ജോലിയും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയി. ഞാൻ പെടാണെങ്കിലും ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. കാരണം ആ ഒരു ലിസ്റ്റിൽ കയറാതിരുന്നത് കൊണ്ട് എനിക്ക് വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം അതിന് ഷിൻഡോ സാറും ഒട്ടും വിഷമിക്കേണ്ട, നിനക്ക് നല്ലതിനാണ് എന്ന് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മൾ ആ ഒരു വിഷമം മനസ്സിലുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് ഇനിയും വാങ്ങിയെടുക്കണം എന്നൊരു വാശി എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് പിന്നീടും ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ എനിക്ക് ജോലിക്കും പോകേണ്ടി വന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു എടുക്കേണ്ടി വന്നത്. അപ്പോൾ ആ സമയത്ത് ഹോളിമാതയിലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ ടൈമിൽ എനിക്ക് മാരേജ് ഒക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ മാരേജ് കഴിഞ്ഞ് നമ്മൾക്ക് എത്രത്തോളം പഠിക്കാൻ സമയം കുറയുന്നോ ആ സമയം നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറായാൽ, നമ്മളൊരു വാശിയിൽ നമ്മളത് പഠിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം നമ്മൾ കിട്ടുന്ന ഒരു സമയം പോലും നമ്മൾ പാഴാക്കാതെ. കാരണം ഞാൻ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ഈ പോസ്റ്റിൽ ജോലിയിൽ കയറാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആ ടൈമിൽ മോൻ ഡെലിവറി കഴിഞ്ഞിരുന്നു. 3 മാസം ആ ഒരു ടൈം പീരീഡിലാണ് എക്സാമിൻ്റെ ഒരു പഠനം വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും, കാരണം നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് വന്നേക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വന്നിട്ടുള്ള സമയം. പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ ഇപ്പോൾ അടുക്കളയിൽ പണികൾ എടുക്കുന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ ഒത്തിരി ആ ഒരു സമയം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ അതിനുള്ള എല്ലാ നമുക്കിപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനുള്ള സൊല്യൂഷനും ഷിൻഡോ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം കിച്ചണിലൊക്കെ നമ്മൾ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ തലേദിവസത്തെ ക്ലാസ്സുകൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സാറൊക്കെ നമുക്ക് വേണ്ടി നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത നമുക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റാറില്ല. കാരണം ഷിൻഡോ സാറ് നമുക്ക് എല്ലാം മുന്നിലേക്ക് ഇങ്ങനെ തരാം. കാരണം എന്ത് പഠിക്കണം എന്ന് ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ സാറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നെയുണ്ട്. അതാണ് മെയിൻ കാര്യം. ശരിക്കും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഒത്തിരി സമയം എടുക്കും. പിന്നെ അല്ലെങ്കിൽ ഏത് പഠിക്കണം, ഒന്ന് പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ദിവസം ഇന്നത് പഠിക്കും, ഈ ഒരു വീക്ക് നിങ്ങൾ ഇത്രയും സബ്ജക്റ്റ് പഠിക്കും, നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ കയറി, ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഷിൻഡോ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും സാറ് നടത്തിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അറിയാലോ, കാരണം നമ്മൾക്കൊരു ഇഷ്ടം തോന്നി നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ ഒരാഴ്ച പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വീക്കായി പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് മതി എന്തിനാ പഠിച്ചിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ സാറ് മനസ്സിലാക്കി. സാറ് ആ ഒരു സമയത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഉള്ള ഒരു ടൈം ആയിരിക്കും. പക്ഷെ ഒരാഴ്ചക്കുള്ള നമ്മളുടെ ബൂസ്റ്റ് ചെയ്യണ, റീചാർജ് ചെയ്യണ പോലെയാണ് ശരിക്കും സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ തോന്നിയിട്ടുള്ളത്. കാരണം സാറ് അത്രയും നമ്മളുടെ അവസ്ഥ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇന്ന രീതിയിൽ പഠിക്കും. ഓരോ ആഴ്ചയും പഠിപ്പിക്കുന്ന മെത്തേഡുകൾ വേറെയാണ്. ഓരോ ആഴ്ച നമുക്ക് പറഞ്ഞു തരുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ നമ്മളോട് ഫോളോ ചെയ്യാൻ പറയണത് അത്രയും നല്ല എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഏത് കാര്യത്തിലാണോ വീക്ക് ആവണേന്ന് മനസ്സിലാക്കി അതിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഷിൻഡോ സാറിൻ്റെതാണ്. ഞാൻ ഒത്തിരി ഹെൽപ്ഫുൾ, എനിക്ക് സാറിന് അത്രയും എടുത്ത് പറയാതെ പറ്റില്ല. അതുപോലെ നമുക്ക് ഇപ്പോൾ എല്ലാം വോയിസ് ക്ലിപ്പുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാൻ സമയമില്ല, അത് നോക്കി കഷ്ടപ്പെട്ട് പഠിക്കാൻ, നമുക്ക് മാർക്ക് ചെയ്ത് പഠിക്കാൻ നമുക്ക് സമയമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം വോയിസ് റെക്കോർഡും അതിൽ ആൻസർ മാർക്ക് ചെയ്തതും ആൻസർ മാർക്ക് ചെയ്യാണ്ട് എക്സാം പോലെ നമുക്ക് മൈൻഡിൽ ചെയ്ത് നോക്കാനും എല്ലാം പാകത്തിന് സാറ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇലക്ട്രോണിലെ ക്വസ്റ്റ്യൻസുകൾ ഡെയിലി അല്ലെങ്കിൽ ഓരോ ടൈം ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സാറ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടൈം കൂടുതലും ഇതേപോലെ അമ്മമാരും അല്ലെങ്കിൽ വീട്ടമ്മമാർ, ജോലിക്കാർ ഒക്കെയും ആണ് അവിടെ പഠിക്കുന്നത്. സാറിൻ്റെ അവിടെ എത്തിച്ചേരുന്നൊക്കെയും എന്താ പറയുക, ഇതേപോലെ എത്രയോ വർഷങ്ങൾ പഠിപ്പ് നിർത്തിയിട്ട് വീണ്ടും പഠിക്കുന്ന ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും ആ ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കും സാറ് നമുക്ക് ഇട്ട് തരുന്നത്. എന്നിട്ട് അതും പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം പറഞ്ഞിരിക്കുന്നവരായിരിക്കും നമ്മൾ പലപ്പോഴും.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും പലപ്പോഴും സാർ പറയുന്ന എല്ലാം ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചാലും നമ്മൾ ശ്രമിക്കും. അതിൽ 10 നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പകുതിയെ നമുക്ക് ഫോളോ ചെയ്ത് എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അത് എനിക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു. റാങ്ക് ഫയലുകൾ എനിക്ക് ശരിക്കും അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം നമ്മളൊരു ഒരു സബ്ജക്റ്റിന് ഒരു 3-4 ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുന്ന ഒരു എഫക്റ്റ് ആ ഒരു റാങ്ക് ഫയലിൽ നിന്നുണ്ട്. അത് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ആളുകൾ അതിൻ്റെ പിറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ആ ഒരു ടൈമിൽ സാറ് പ്രിപ്പയർ ചെയ്യാനും ഒക്കേത്തിനും നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അവരോടൊക്കെ ഞാൻ അത്രയും കടപ്പെട്ടിരിക്കണം. കാരണം നമ്മൾ അത്രയും ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നതിന് പകരം ഈ ഒരു റാങ്ക് ഫയൽ വായിച്ചാൽ തന്നെ എല്ലാ പോയിന്റുകളും അതും വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. അതിലൊക്കെ ഒത്തിരി ഞാൻ ഷിൻഡോ സാറിനോടും ഹോളി മാതയോടും കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് ക്ലാസ്സുകളായാലും എല്ലാം നല്ല രീതിയിൽ കാണുമ്പോൾ, പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ മറ്റ് കോച്ചിങ് സെൻ്ററുകളിലൊക്കെ ഉള്ള പോലെ നല്ല ഹൈലി എഡിറ്റ് ചെയ്തതും അങ്ങനെ വിഷ്വലി നല്ല അപ്പിയറൻസ് അങ്ങനെയൊന്നും അല്ല. പക്ഷേ കണ്ടന്റ് ഈ ഒരു ഇതിൽ ക്ലാസ്സുകൾ വളരെ പക്കയായിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കവർ ചെയ്തിട്ട് അത്രയും ഡെപ്തിലാണ് ഓരോ ഇതുകളും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജേണി പഠിക്കാനായിട്ട്, ഈ ഒരു എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഹോളിമാതയും ഷിൻഡോ സാറും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫും എല്ലാവരും. ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയണു. ഇനി പുതിയതായിട്ട് പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്ന് നിങ്ങൾ ദൃഢമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടി നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക. പിന്നെ PSC എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ജോലിയല്ല. കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇടയ്ക്ക് തോൽവികളൊക്കെ സംഭവിക്കുമ്പോൾ അതൊരിക്കലും പിന്നോട്ട് അതിൽ നിന്ന് പിൻവലിഞ്ഞു പോകരുത്. കാരണം ഞാൻ അന്ന് 3rd ഗ്രേഡ് ഓവർസിയറിൽ ലിസ്റ്റിൽ പെടാതെ സപ്ലിമെൻ്ററിയിലായപ്പോൾ വിഷമിച്ച് മാറി നിന്നായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു ലിസ്റ്റിലും മുന്നോട്ട് ഈ ഒരു ജോലിയിലേക്ക് ഞാൻ എത്തില്ലായിരുന്നു. പിന്നീടും ഞാൻ വീണ്ടും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇന്ന് അതിലും നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് അതിലും നല്ലതാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത്. പകരം ആ ഒരു സിറ്റുവേഷനും നമ്മളുടെ ഒരു അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു സമയക്കുറവ് നമുക്ക് ഒരു കൂടുതലായിട്ട് തന്നെ ഫീൽ ചെയ്യും. നമ്മളുടെ മറ്റ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് ഇതുകളും സമയക്കുറവുകളും ഒക്കെയും നമ്മൾ മറക്കും. നമ്മളുടെ പഠനം മാത്രമായിട്ട് ചിന്തയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും ഗവൺമെൻറ് ജോലിയിൽ സർവീസിൽ കയറാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.